ഹലോ എവരിവൺ, ഇന്നതാണ് നമ്മൾ ബൊല്ലാരത്തുള്ള ജഗന്നാഥ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ റാപ്പിഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരും. ഞാൻ അമ്മയടുത്ത് ചോദിച്ചു, അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോവാമെന്ന് വിചാരിച്ചു. നാളെ നമ്മൾ തൃശ്ശൂർക്ക് പോവാണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെയുള്ള നല്ല ഭംഗിയുള്ള അമ്പലം. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നിട്ട് അത് കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. 2 കിലോമീറ്ററുള്ള അമ്പലം. ഞാൻ എല്ലാവരുടെയും നോക്കിയപ്പോൾ നല്ല രസമുണ്ട് ആ അമ്പലം. എന്തായാലും പോവാം. റാപ്പിഡ് വിളിച്ചിട്ടുണ്ട്, റാപ്പിഡ് പോയിരും. കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ബൈക്കിൽ നിന്ന് വരുമ്പോൾ കണ്ടതാണ്. ക്ഷേത്രത്തിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പടിവാതിൽക്കൽ എത്തുമ്പോൾ നമ്മൾ ചെരുപ്പൂരിയാൽ മതിയാവും. ക്ഷേത്ര പടിവാതിൽക്കലായിട്ട് ഈ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 4 ഭാഗത്തായിട്ട് ഇങ്ങനെ ഗോപുരങ്ങൾ പണിയുന്നതായിരിക്കും ഒരു പ്ലാൻ ഇട്ടിരിക്കണമെന്ന് തോന്നുന്നത്. അത് മുഴുവനായിട്ട് പണികൾ കഴിയണമല്ലോ. അമ്പലത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇരിക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഞാനവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ആ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമായിരുന്നു. അല്ലെങ്കിൽ അമ്പലത്തിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിലേക്ക്. അമ്പലത്തിൽ പ്രസാദം ബുക്കിംഗ് കൗണ്ടർ ആയിരുന്നു അത്. അമ്പലം കണ്ട് ഞാനൊരു 5:30 ആകുമ്പോൾ ഇറങ്ങി. റാപ്പിഡോ നോക്കിയപ്പോൾ അവിടെ നിന്ന് റാപ്പിഡോ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ കൃത്യമായിട്ട് അവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിയത്. 2.9 കിലോമീറ്റർ ആയിരുന്നു ഇനി വീട്ടിലേക്ക് നടക്കാനുള്ളത്. ആ വഴിയിൽ നടക്കുമ്പോൾ അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ വഴിയിലെത്തി. റാപ്പിഡോ ഉണ്ടായില്ല അവിടെ. വീടെത്തി ഗായ്സ്.